പ്രൈസ് ലോഡ്, ഹാലേലുയ, യേശുവേ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഇന്ന് പ്രധാനമായിട്ടും ദൈവമക്കൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അതിപ്രധാനമായ അതിപുരാതനമായ ഒരു വിശുദ്ധ ദേവാലയത്തിൻ്റെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പ്രധാനമായിട്ടും എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും ബ്രദർ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ കുറവിലങ്ങാട് എന്ന സ്ഥലത്താണ്. ഈ ദേവാലയത്തിൻ്റെ പേര് കുറവിലങ്ങാട് മുത്തിയമ്മ എന്നാണ്. പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ ദേവാലയമാണ്. പ്രത്യേകിച്ചും ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. കാരണം ഈ ദേവാലയം പണി കഴിച്ചിരിക്കുന്ന കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, മീൻസ് നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. മീൻസ് അറൗണ്ട് 345 ഈ ദേവാലയം നിർമ്മിച്ചത് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത് പലതവണ പുതുക്കി പണിത പള്ളിയാണ്. അതുപോലെ തന്നെ 1954 ഈ രൂപത്തിൽ ഇത് ചിത്രീകരിച്ച് നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്നത്. 1954 ഇത് പുതുക്കി ഇപ്പോൾ കാണുന്ന ഒരു മോഡലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, ഒരുപാട് ദൈവമക്കൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധ ദേവാലയമാണ് കുറവിലങ്ങാട് പരിശുദ്ധ അമ്മയുടെ ദേവാലയം. മീൻസ് കുറവിലങ്ങാട് ടൗണിൽ തന്നെയാണ്, മെയിൻ ടൗണിലാണ് ഈ ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് രാജ്യത്തോ ഏത് സ്ഥലത്തുള്ള മക്കൾക്ക് വന്നു ചേരാനും വന്ന് പ്രാർത്ഥിക്കുവാനും പറ്റുന്ന ഒരു വിശുദ്ധ പുണ്യഭൂമിയാണ്, പുണ്യ ദേവാലയമാണ്. കാരണം ഒരുപാട് മീൻസ് ഇവിടെ പ്രധാനമായിട്ടും കുറേ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 8 നോമ്പ്, അതുപോലെ തന്നെ ഉത്സവം, ആഘോഷം, കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. 8 നോമ്പിൽ ഒരുപാട് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് 10,000 അല്ലെങ്കിൽ ഒരു 20,000 മുകളിലൊക്കെ ആളുകൾ വന്ന് പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധ ദേവാലയമാണ്. പുണ്യസ്ഥലം കൂടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഡെയിലി വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഈ ദേവാലയത്തിലാണ്. കാരണം നമുക്ക് ഒരു അമ്മയുടെ ഒരു സാന്നിധ്യം നമുക്ക് ഈ ദേവാലയത്തിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും. കാരണം എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം ഇവിടെ കുർബാന, ഇവിടെ രാവിലെ 5:30 മുതൽ കുർബാനയുണ്ട്. 5:30, 6:30, 7:30. അപ്പോൾ നമുക്ക് ശാന്തമായി സ്വസ്ഥമായിട്ട് നല്ലൊരു സ്പിരിച്വൽ കുർബാന നമുക്ക് ഈ ദേവാലയത്തിലൂടെ ലഭിക്കുന്നതാണ്. മീൻസ് വൈദികന്മാരൊക്കെ നമ്മളെ ദൈവകൃപയിൽ, ദൈവകരുണയിൽ, ദൈവാശ്രയത്തിൽ ഈ ദേവാലയത്തെയൊക്കെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനേകായിരം മക്കൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദേവാലയമാണ്. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നു. മീൻസ് ടൂറിസ്റ്റേഴ്സും വിദേശ ആളുകളും അതുപോലെ ഇന്ത്യക്ക് വെളിയിലുള്ള പല ആളുകളും, ഒരുപാട് ടൂറിസ്റ്റേഴ്സ് ഡെയിലി വന്ന് പ്രാർത്ഥിച്ച് അമ്മയുടെ അനുഗ്രഹം പ്രാപിച്ച് പോകുന്ന ഒരു വിശുദ്ധ ദേവാലയമാണ്. അതുപോലെ തന്നെ ഒരുപാട് വൈദികന്മാർ ചേർന്നിട്ടുള്ള വിശുദ്ധ കുർബാനയും അതുപോലെ കൂദാശ ക്രമീകരണങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നല്ല സന്തോഷപ്രദമായ രീതിയിൽ നടക്കുന്നു. അതുപോലെ ആൾത്താര, മറ്റ് കാര്യങ്ങൾ, അതുപോലെ ചിത്രപ്പണികൾ, ചുവർ ചിത്രങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ്നെസ്സാണ്. വളരെ നമ്മുടെ മനസ്സ് പോലും ഓട്ടോമാറ്റിക്കായിട്ട് സന്തോഷിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അതുപോലെ വിശാലമായ വാഹന സൗകര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ സ്കൂള്, കോളേജ്, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഈ ദേവാലയത്തിന് ഒരുപാട് പ്രത്യേകതകളും ഫെസിലിറ്റീസും ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ നോമ്പ്, ഉപവാസ കാര്യങ്ങളൊക്കെ എടുക്കുന്നവർക്ക് പ്രാർത്ഥിക്കാനും, പിന്നെ നിങ്ങൾക്ക് തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് അങ്ങനെയുള്ള മക്കൾക്കൊക്കെ വന്നിട്ട് പ്രാർത്ഥിക്കുക മാത്രമല്ല, ഇവിടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെട്ട ഒരു സ്റ്റാറ്റ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വിശുദ്ധ ജലം, അവിടെ നമുക്ക് അമ്മ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് 2 കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം, കഥ, നമ്മുടെ ചരിത്രം പറയുന്നത്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ദാഹജലം അവിടെ ഉറവ ഉണ്ടാക്കി, അമ്മ മാതാവ് ഉറവയുണ്ടാക്കി. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ പ്രത്യേകത അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്ഭുത ഉറവയുണ്ട്. അപ്പോൾ അത് വിശുദ്ധ ജലമാണ്. അത് തെളിച്ച് പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ആ വിശുദ്ധ ജലം കുടിച്ച് അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക്, ഭവനമില്ലാത്ത മക്കൾക്ക് വേണ്ടിയിട്ട്
അതുപോലെ തന്നെ വിസ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ, നമ്മളെ വിദ്യാഭ്യാസ മേഖലകളിൽ തടസ്സങ്ങളുള്ള മക്കളൊക്കെ ഇവിടെ വന്നിട്ട് ഒരുപാട് മക്കൾ വന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല, അനുഗ്രഹം പ്രാപിച്ച് അവിടെ നോട്ടീസ് ബോർഡ് ഉണ്ട്. നമ്മുടെ അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്തുവാനുള്ള ഒരു നോട്ടീസ് ബോർഡ് ദേവാലയത്തിൻ്റെ ബാക്ക് സൈഡിലുണ്ട്. അവിടെ ഒരുപാട് മക്കളുടെ ഭവനം ഇല്ലാതെ വർഷങ്ങളായി ആഗ്രഹിച്ച് നടക്കാത്ത കാര്യങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളില്ലാത്ത ഒരുപാട് ദമ്പതിമാർക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥനയിലൂടെ കുഞ്ഞുങ്ങൾ ലഭിച്ച ഒരുപാട് സാക്ഷ്യങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റുന്നു. അതുപോലെ തന്നെ വിദേശ ജോലി തടസ്സങ്ങൾ, ഈ എക്സാം ഒക്കെ എഴുതി തോറ്റ് ഒരു രക്ഷയില്ലാതിരിക്കുമ്പോഴൊക്കെ അമ്മയുടെ അടുത്ത് വന്ന് മേലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക്, കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന മക്കൾക്ക്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന മക്കൾക്കെല്ലാം ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ കൊടുത്തതായിട്ടുള്ള ഒരുപാട് റെക്കോർഡ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ചുവർ ചിത്രങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു പോസിറ്റീവ്നെസ് കിട്ടും, ഒരുപാട് സന്തോഷം കിട്ടുന്ന ഒരു വല്ലാത്ത പോസിറ്റീവ്നെസ്സാണ്. കാരണം എൻ്റെ കൂടെ പ്രാർത്ഥന ടീമിലൊക്കെ വരുന്ന സഹോദരിമാരൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അവർ തന്നെ പറയാറുണ്ട്, ബ്രദർ ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ട്, നമുക്ക് എത്ര വലിയ ഭാരമുണ്ടെങ്കിലും അമ്മയുടെ അടുത്തൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം ലഭിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ പറ്റും. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മയോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേ. പരിശുദ്ധ അമ്മയുടെ ഈ ദേവാലയത്തിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഓരോ ഘട്ടങ്ങളായിട്ട് ബ്രദർ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ബ്രദർ ചെയ്യുന്ന ശുശ്രൂഷകളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിന് യോജിച്ച രീതിയിൽ തമ്പുരാൻ കർത്താവിന് ആവശ്യമുള്ള കുറച്ച് കാരുണ്യ പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലൂടെ എന്തെങ്കിലും ഒരു വരുമാനം പ്രതീക്ഷിക്കുന്നില്ല, കിട്ടിയെങ്കിൽ എന്തെങ്കിലും നന്മ ചെയ്യാം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. പ്രധാനമായിട്ടും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കർത്താവിന് വേണ്ടി വേല ചെയ്യുക. രണ്ടാമത്തെ കാര്യം, കർത്താവിൻ്റെ മക്കൾക്ക് വേണ്ടി ദരിദ്രർ, ഉപേക്ഷിക്കപ്പെട്ട അനാഥർ, വഴിയോരത്ത് തെരുവോരത്തൊക്കെ കഴിയുന്ന അനാഥ മന്ദിരത്തിലൊക്കെ കഴിയുന്ന മക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്യുക എന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട ആഗ്രഹം, പ്രധാനപ്പെട്ട ലക്ഷ്യം. അതാണ്, വേറെ വലിയ ആഗ്രഹങ്ങളോ മോഹങ്ങളോ ഇല്ല. കാരണം നിങ്ങളെല്ലാം എൻ്റെ കൂട്ടുകാരാണ്, റിലേറ്റീവാണ്, സ്വന്തക്കാരാണ്. ഈ ചാനൽ കേൾക്കുന്ന, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ മക്കളും ബ്രദറിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. കാരണം അവർക്ക് മാത്രമേ ഇത് കേൾക്കാനും ഇത് ഉൾക്കൊള്ളാനും ഇത് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഈ സന്ദേശം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കാനുള്ളൊരു മനസ്സുണ്ടാകുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ മക്കൾക്ക് വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം, പരിശുദ്ധ അമ്മയുടെ വലിയൊരു കൃപ നിറയാൻ വേണ്ടിയിട്ടും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം വർഷിക്കാൻ വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ എല്ലാ മക്കൾക്കും, അമ്മയുടെ പ്രിയപ്പെട്ട അമ്മയെ സ്നേഹിക്കുന്ന മക്കൾ എല്ലാവരും, എനിക്കറിയാം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ മക്കളും അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്ന മക്കളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോയുടെ വലിയൊരു സാന്നിധ്യം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടും അമ്മയുടെ മധ്യസ്ഥം വഴി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട്, എൻ്റെ ജീവിതം തന്നെ ഇത്രയേറെ മാറ്റിമറിച്ചത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തന്നെയാണ്. അമ്മയാണ് എനിക്ക് ഈശോയെ കാണിച്ചു തന്നത്, ഈശോയെ പകർന്നു തന്നത്. കാരണം ആ സാന്നിധ്യത്തിലൂടെയാണ് ബ്രദർ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നത്. അതുപോലെ തന്നെ ഈ പള്ളിയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ വിശ്വാസികൾക്ക് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാൻ പറ്റിയ അന്തരീക്ഷമാണ്. അതുപോലെ തന്നെ ഇവിടെ 8 നോമ്പ് ആചരണം സമയത്ത് കപ്പൽ പ്രദക്ഷിണം, മറ്റ് കാര്യങ്ങൾ, കലാപരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ പ്രധാനമായിട്ടും മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു ദേവാലയമാണ് എന്നാണ് നമുക്ക് ചരിത്രം പറഞ്ഞു തരുന്നത്. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. അതുപോലെ തന്നെ ചെറിയ പള്ളി, വലിയ പള്ളി, തിരുശേഷിപ്പ്, വൈദിക മന്ദിരം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. വാദ്യപ്പുര, ഒറ്റക്കൽ കുരിശ്, മണിമാളിക, ചരിത്ര പ്രധാനമായ കപ്പൽ പ്രദക്ഷിണം, അതുപോലെ പിന്നെ ആനയും തീവട്ടിയും, അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങൾ, ചടങ്ങുകളൊക്കെ ഉണ്ട്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പല പ്രത്യേകതകളുണ്ട്. യോനാ പ്രവാചകൻ്റെ നിനവെ യാത്രയെ അനുസ്മരിക്കുന്ന ചടങ്ങാണ് ഇവിടുത്തെ കപ്പൽ പ്രദക്ഷിണം. അത് ഇവിടുത്തെ ജനങ്ങളാണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. പഴയകാലത്തെ ആളുകളാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദേവാലയത്തിൻ്റെ എല്ലാവിധ പ്രത്യേകതകൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇടുകയും ലൊക്കേഷനോ കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അത് ബ്രദർ പറഞ്ഞു തരാം. നിങ്ങൾക്ക് വന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. നിങ്ങൾക്ക്
വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥന റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പ്രയർ റിക്വസ്റ്റ് തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാം. ബ്രദർ അതിനുവേണ്ടി കുർബാനയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാ മക്കൾക്കും പരിശുദ്ധ അമ്മയുടെ വലിയൊരു കൃപ നിറയാൻ വേണ്ടിയിട്ടും അമ്മയുടെ സാന്നിധ്യം നിറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ദേവാലയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക, അമ്മയെ മഹത്വപ്പെടുത്തുക. ഈശോയ്ക്ക് നമുക്ക് നമ്മുടെ അപ്പനായിട്ട് ഈശോയെ സ്നേഹിക്കാം. ഈശോ നമുക്ക് തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. അമ്മ മാതാവിൻ്റെ ആ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഈ ദേവാലയത്തിൽ ഒരു ദിവസമെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് വന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ വന്ന് 1 മണിക്കൂർ കുർബാന കൂടി പ്രാർത്ഥിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ല. കുർബാന കൂടി പ്രാർത്ഥിക്കണം. കുർബാന കൂടി അമ്മയുടെ അടുത്ത് കുറച്ച് സമയം ഇരുന്ന് ചിലവഴിച്ച് പ്രാർത്ഥിക്കുമ്പോഴുണ്ടല്ലോ നിങ്ങളുടെ മനസ്സിൽ എത്ര വലിയ ഭാരവും നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതായിരിക്കും. കാരണം പിശാചിൻ്റെ തല തല്ലിത്തകർത്ത് നമ്മുടെ എല്ലാവരെയും മാനവകുലത്തെ വീണ്ടെടുത്ത അമ്മ മാതാവിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം, പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ മക്കൾക്കും ശക്തമായിട്ട് വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ ഏറ്റവും വലിയ സാന്നിധ്യം നിങ്ങൾക്ക് എല്ലാവർക്കും നിറയട്ടെ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. അമ്മയുടെയും പ്രിയപുത്രൻ്റെയും സാന്നിധ്യം ഈ ദേവാലയത്തിൽ എല്ലാ സമയങ്ങളിലും നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു ദേവാലയമാണ്. അമ്മയുടെ കൃപ, അമ്മയുടെ കരുണ നമുക്ക് ലഭിക്കട്ടെ.